ഇന്ന് രാമായണ മാസം തുടങ്ങായതുകൊണ്ട് തന്നെ നമ്മളൊന്ന് അമ്പലത്തിൽ പോയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ. അവരെ വീട്ടിലുണ്ടായ പൂവാണ്. അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഇതും കൂടി കൊടുക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ ശരിക്ക് ശ്രീരാമൻ്റെ അമ്പലം എവിടെയെങ്കിലും ആയിരുന്നു പോവേണ്ടത്. പക്ഷേ ഞങ്ങളിന്ന് വരയ്ക്കൽ അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മളുടെ സ്വന്തം അമ്പലം എന്ന് പറയാം, വരയ്ക്കൽ അമ്പലം. അപ്പോൾ അവിടെ തന്നെ ആയിക്കോട്ടെ എന്ന് തൊഴുന്നേന്ന് വിചാരിച്ചു. കോഴിക്കോട് ടൗണിൽ തന്നെയുള്ള അമ്പലങ്ങളിൽ നല്ല പ്രസിദ്ധമായ അമ്പലം തന്നെയാണ് കേട്ടോ വരയ്ക്കൽ അമ്പലം. പ്രധാന പ്രതിഷ്ഠ വരുന്നത് ഭഗവതി ആണെങ്കിലും അയ്യപ്പസ്വാമികൾ, പിന്നെ ഗണപതി, ദക്ഷിണാമൂർത്തി, നാഗപ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിൽ. വരയ്ക്കൽ അമ്പലത്തിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര പ്രത്യേകതയുള്ള അമ്പലം തന്നെയാണ് കേട്ടോ വരയ്ക്കൽ അമ്പലവും. ഇങ്ങനെ റെയിൽവേ ഗേറ്റ് കടന്നിട്ട് വേണം നമുക്ക് ഇവിടെ എത്തണമെങ്കിൽ. നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിലെത്തി. കുറേ പടികളുണ്ട്. പടികൾ കയറിയിട്ടാണ് അമ്പലത്തിലേക്ക് എത്തുക. പടികൾ കയറുന്നതിന് മുന്നേ റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ നല്ലൊരു ആൽമരം ഉണ്ട് കേട്ടോ. പഴയ അമ്പലത്തിൻ്റെ ഒരു ഫോട്ടോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയൊരു ആൽമരമായിട്ട് നമുക്കതിൽ കാണാൻ പറ്റും. അത് ഇപ്പോൾ വലിയതായിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ രണ്ട് ഗേറ്റ്, ഏത് ഭാഗത്തു നിന്ന് വരികയാണെങ്കിലും ഗേറ്റ് അടവ് കഴിഞ്ഞിട്ടേ നമുക്ക് ഈ അമ്പലത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതാണ് മെയിനായിട്ടുള്ള എൻട്രൻസ്. വെസ്റ്റ് ഹില്ലിൽ നിന്ന് വരുമ്പോൾ ഉള്ള വരയ്ക്കലിൻ്റെ ഗേറ്റാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. തൊട്ടടുത്ത് വെസ്റ്റ് ഹിൽ റെയിൽവേ സ്റ്റേഷനാണ്. ട്രെയിനിൽ കൂടി പോകുമ്പോഴൊക്കെ ഇവിടെ അമ്പലത്തിൻ്റെ പടികളിൽ നടവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിൽ നിന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ. നടവിളക്ക് കത്തിച്ച് വെച്ചതൊക്കെ. ഇങ്ങനെ 28 പടികളാണ് അമ്പലത്തിലേക്ക് കയറാനുള്ളത്. ഈ 28 പടികളിലും നടവിളക്ക് കത്തിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. ഇപ്പം മഴയായതുകൊണ്ടാണ് അതില്ലാത്തത്. ഇങ്ങനെ സന്ധ്യയാവുമ്പോൾ നടവിളക്കും കൽവിളക്കും ഒക്കെ കത്തി നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. മഴക്കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് നടവിളക്കിൻ്റെത് തുടങ്ങുന്നുണ്ടാവും. പടികൾ കയറി വരുമ്പോൾ നമ്മൾ അമ്പലം എങ്ങനെയാണ് കാണുക. അകത്തൊക്കെ തൊഴുത് പുറത്തേക്ക് വരുമ്പം അമ്പലത്തിൻ്റെ ഇടതുവശത്തായിട്ട് ഗുഹയുണ്ട്. ഗുഹയിലേക്കുള്ള വഴി നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല. അവിടെ പകൽ തന്നെ ഭയങ്കര ഇരുടാണ്. കുറേ മരങ്ങളും ഗുഹയൊക്കെ ആയിട്ട് ഒരു ഇരുട് പിടിച്ച പ്രദേശമാണ്. അപ്പോൾ നമ്മളിപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് എന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല കേട്ടോ, പേടിയാവും. ഗുഹേൻ്റെതും ഒക്കെ 3 ഗുഹയായിട്ടാണുള്ളത്. ഇങ്ങനെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നേ. ഇനി ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്തു നിന്നാണ് പരശുരാമനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. പരശുരാമൻ ഈ ഭാഗത്തുള്ള ഈ പാറയിൽ നിന്നാണ് വിഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള കല്ല് ചെത്തിയെടുത്തത്. ഈ വലിയ പാറേൻ്റെ മുകളിലായിട്ട് ഒരു തീർത്ഥപ്പാറയുണ്ട്. ഏത് വേനലിൽ പോലും വെള്ളം വറ്റില്ല എന്നാണ് അവിടെ പറയുന്നത്. ആ പാറേൻ്റെ ഉള്ളിൽ ഏത് വേനൽക്കാലത്തും വെള്ളം ഉറവയുണ്ടാകുമെന്ന്. വരയ്ക്കൽ അമ്പലം ഏറ്റവും പ്രത്യേകത വരുന്നത് ബലിതർപ്പണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പരശുരാമൻ പിതൃക്കളുടെ ബലിതർപ്പണം ഇവിടെ വെച്ച് ചെയ്തു എന്നാണ് ഐതിഹ്യങ്ങളൊക്കെ പറയുന്നത്. ഈ സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് തീർത്ഥപ്പാറയിലേക്ക് എത്തുക. നമ്മൾ മഴയായതുകൊണ്ട് നല്ല കാടോ അല്ലെങ്കിൽ വഴുക്കലൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങോട്ട് പോകാൻ അത്ര ധൈര്യം എനിക്കില്ല. കാടാണ്. കുറച്ച് അങ്ങോട്ടേക്ക് മാറിയിട്ടാണ് തീർത്ഥപ്പാറയുള്ളത്. എൻ്റെ മറ്റേ വീഡിയോയിൽ കൃത്യമായിട്ടുണ്ട്. അന്ന് വേനലായിരുന്നു. കോഴിക്കോട് തളി ക്ഷേത്രം പോലെ തന്നെ പ്രാധാന്യമുള്ള ക്ഷേത്രം തന്നെയാണ് വരയ്ക്കൽ അമ്പലവും. അമ്പലത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ 2-3 മരങ്ങളുണ്ട് കേട്ടോ. ഇത് ഞാവൽപ്പഴത്തിൻ്റെ മരമാണ്. 2 ഉണ്ടായിരുന്നു, അതൊന്ന് മുറിച്ചു പോയതാണ്. അതിൻ്റെ ഞാവൽപ്പഴത്തിൻ്റെ മരത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് അശോക മരവും ഉണ്ട്. അശോക പൂക്കൾ ഉണ്ടാകുന്ന ഞാവൽപ്പഴം ഉണ്ടാകുന്ന സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിലങ്ങളിൽ മുഴുവൻ ഞാവൽപ്പഴം വീണ് കിടക്കുന്നത് കാണാൻ പറ്റും. ചെറിയ ചെറിയ ഞാവലില്ലേ. അമ്പലത്തിൽ രാവിലെ ഭക്ഷണവും ഒക്കെ ചില ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഇവിടെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് കൊടുക്കുക. കൈ കഴുകാനുള്ള സൗകര്യമൊക്കെ ഇവിടെയാണുള്ളത്.
പ്രതിഷ്ഠാ ദിനത്തിൻ്റെ അന്ന് രാവിലെ ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ നവരാത്രി കഴിയുന്ന ദിവസവും ഉച്ചയ്ക്ക് ഭയങ്കരമായിട്ടാണ് അന്നദാനമൊക്കെ നടത്താറ്. 10,000-10,000 ആൾക്കാർ കഴിക്കാറ്. കർക്കിടക മാസത്തിൽ വൈകുന്നേരങ്ങളിലായിരുന്നു ആദ്യം രാമായണമൊക്കെ വായിക്കുന്നുണ്ടാവുക. അതിപ്പോൾ മാറ്റി രാവിലത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. രാവിലെ 9 മണിക്കാണ് രാമായണ പാരായണം ഉണ്ടാവുന്നത്. അതിൻ്റെ പ്രസാദമായിട്ടാണ് വൈകുന്നേരം അവിൽ നനച്ചതാണ് ഇത്. സാധാരണ ഇത് രാമായണം വായിച്ച് കഴിയുമ്പോഴാണ് പ്രസാദമായിട്ട് കൊടുക്കാറ്. ഇപ്പം എന്താ അറിയില്ല, അത് രാവിലത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പുലർച്ചെ 5 മണിക്ക് നട തുറക്കും കേട്ടോ ഇവിടെ. അമ്പലത്തിൻ്റെ താഴെ നമ്മൾ വലിയൊരു ആല് കണ്ടില്ലേ, അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ മുകളിൽ കയറിയാൽ ഇവിടെയുണ്ട് കേട്ടോ വലിയൊരു ആൽമരം. അതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് സർപ്പക്കാവ് ഉള്ളത്. ആൽമരത്തിൻ്റെ നേരെ മുന്നിലായിട്ടാണ് അയ്യപ്പ സ്വാമീൻ്റെ അമ്പലം ഉള്ളത്. അതിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ആ ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ മാലയിടുകയൊക്കെ ചെയ്യുക. നല്ല ഉയരത്തിലാണ് അമ്പലം ഉള്ളത് കൊണ്ട് തന്നെ നല്ല കാറ്റായിരിക്കും കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ. വരയ്ക്കൽ ക്ഷേത്രം എന്ന് പറയുമെങ്കിലും വരയ്ക്കൽ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിന് പറയുന്നതാണ് കേട്ടോ. വരയ്ക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരവരകളോടുകൂടിയ കല്ലുകളുള്ള സ്ഥലം ആണ് വരയ്ക്കലായി മാറിയത്. ഇങ്ങനെ ഈ അയ്യപ്പസ്വാമീൻ്റെ മണ്ഡപമുള്ളതിൻ്റെ തൊട്ടടുത്ത് ബാക്ക് സൈഡ് മുഴുവനായിട്ട് കാണുന്നത് പാറകളാണ്. ആ പാറകളിലാണ് ഇങ്ങനെ വരകളോട് കൂടിയ കല്ലുള്ളത്. ദേവിയുടെ വിഗ്രഹം കൊത്തിയെടുത്തതിന് ശേഷം പരശുരാമൻ തൻ്റെ വെൺമഴു ഈ പാറകളിലൂടെ വലിച്ചെടുത്ത് കൊണ്ടുപോയി ദൂരെ അവിടെ കാണുന്ന ഒരു കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് കേട്ടോ പറയുക. കുളത്തിൻ്റെ പേര് താമരക്കുളം എന്നാണ്. അത് അവിടേക്ക് കാണാൻ പറ്റും. പക്ഷേ അത് ഇതിലെത്ര കാട് മൂടിയതുകൊണ്ട് എത്ര വ്യക്തമാവും എന്നറിയില്ല. ആ വലിച്ചു കൊണ്ടുപോയ പാടുകൾ ഇപ്പോഴും ആ കല്ലുകളിലുണ്ട് കേട്ടോ. നല്ല കാടായതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പേടിയുണ്ട്. കാട് മാത്രമല്ല പാമ്പുകളും ഉണ്ടാവും. സർപ്പക്കാവ് ഈ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ്. അമ്പലവും തീർത്ഥപ്പാറയും ഈ ഇങ്ങനെയുള്ള വരകളോട് കൂടിയ കല്ലും ഒക്കെ ഇവിടുത്തെ പ്രത്യേകതയാണ് കേട്ടോ. വരയ്ക്കൽ അമ്പലത്തിലേക്ക് പിന്നെ പ്രത്യേകമായിട്ട് ആളുകൾ വരാറ്. ഇവിടെ ബലിതർപ്പണ കർമ്മങ്ങൾ നടക്കാറുണ്ട്. ഈ മാസം എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാൻ കഴിയില്ല. എന്നാലും ആദ്യത്തെ ദിവസം തന്നെ അമ്പലത്തിൽ വരാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമായി. എല്ലാവർക്കും രാമായണ മാസത്തിൻ്റെ ആശംസകൾ.